മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വഴിയായി അനേകര് മരിച്ചു പോയിട്ടുണ്ട്. ഉദാഹരണം, 3-ാം നൂറ്റാണ്ടിലുള്ള ഒരു മഹാമാരിയായിരുന്നു വസൂരി. ഏകദേശം അന്നത്തെ കാലഘട്ടത്ത് റോമാ സാമ്രാജ്യത്തിൽ 5 മില്യണിലധികം ആൾക്കാർ മരിച്ചുപോയി. അതിനുശേഷം 6 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പ്ലേഗ് വഴിയായിട്ട് 50 മില്യൺ ആൾക്കാരാണ് മരിച്ചത്. എന്നാൽ 14-ാം നൂറ്റാണ്ടിലെ ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്ലേഗ് വഴിയായി യൂറോപ്പിലെ ജനസംഖ്യയിൽ പകുതിയിലധികം ആൾക്കാരും മരിച്ചു. ഏറ്റവും താഴെക്കിടയിൽ നിന്ന് രാജാക്കന്മാരും രാജ്ഞിമാരും രാജകുമാരന്മാരും പ്രഭുക്കന്മാരും ഉൾപ്പെടെ അവരെല്ലാവരും അനേകരും മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമുക്കറിയാം, ഈ മഹാമാരിയുടെ സമയത്തും ദൈവം അനേകരെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ചരിത്രം ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പൊക്കത്താൽ ജനത്തെ മുഴുവൻ നശിപ്പിച്ചപ്പോൾ ദൈവം നോഹയും കുടുംബത്തെയും ഒഴിവാക്കി. അവരിൽ നിന്നൊരു പുതിയ ജനത ഉത്ഭവിച്ചു. ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത, ആ ഇസ്രായേൽ ജനതയെ ദൈവം ഈജിപ്തിലെ ജനങ്ങളിൽ നിന്നും പ്രത്യേകമായി കാത്തുസൂക്ഷിച്ചു, എല്ലാ തരത്തിലുള്ള മഹാമാരികളിൽ നിന്നും. അതുപോലെ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഒരു പ്രത്യേക ജനത്തെ മുഴുവൻ അവിടെ നിന്ന് നശിപ്പിച്ചില്ല. അവരെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് അവശേഷിപ്പിക്കുന്നതിന് അവിടുന്ന് പ്രത്യേകമായിട്ടുള്ള ഔഷധങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അതിലൊന്നാണ് ഈ ഗുഡ് സമരിറ്റൻ ഓയിൽ. ദൈവം താൻ തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തിയിലൂടെ ആ വ്യക്തിക്ക് ഒരു ദർശനത്തിലൂടെയോ ഒരു സ്വപ്നത്തിലൂടെയോ നേരിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുവഴിയായി അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 14-ാം നൂറ്റാണ്ടിലെ ആ പകർച്ചവ്യാധി ഭയാനകമായിരുന്നു. ഞാൻ പറഞ്ഞു, രാജാക്കന്മാരും രാജ്ഞിമാരും എല്ലാം മരിച്ചു വീണു. ഈ രാജാക്കന്മാരും രാജ്ഞിമാരും മരിച്ചപ്പോൾ അവരണിഞ്ഞിരുന്ന വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അവരെ അണിയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരെ അടക്കിയിരുന്നത്. എന്നാൽ ഈ പകർച്ചവ്യാധിയുടെ സമയത്തും ഈ രാജാക്കന്മാരും റാണിമാരും അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും കളവ് പോയി. അതൊരു വലിയ ചർച്ചാ വിഷയമായി. കാരണം പകർച്ചവ്യാധി കൊണ്ട് മരിച്ച ഒരു വ്യക്തിയുടെ സമീപത്ത് പോലും ആൾക്കാർ നിൽക്കുവാൻ പേടിച്ചു. എന്തിനു പറയുന്നു, കുടുംബത്തിലെ സ്വന്തം ആൾക്കാരെ ഉപേക്ഷിച്ചു പോയവർ ധാരാളമുണ്ട്. മക്കൾ അപ്പനെയും അമ്മയും, മാതാപിതാക്കൾ മക്കളെയും, സഹോദരങ്ങളെയും ഉപേക്ഷിച്ചു പോയ അനേക ചരിത്രമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മഹാമാരി ബാധിച്ച് മരിച്ച ഒരു വ്യക്തിയെ സ്പർശിക്കുന്നതിലൂടെ ആ മഹാമാരി ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പകർച്ചവ്യാധി വന്ന് മരിച്ചവരുടെ ശവശരീരത്തിന് സമീപത്ത് പോലും നിൽക്കാൻ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്ര ധൈര്യം ലഭിക്കുക? ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഒരു രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, അത് ആരെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി. അപ്രകാരം പ്രിയപ്പെട്ടവരെ 2 കള്ളന്മാർ പിടിക്കപ്പെട്ടു. രാജാവ് അവർക്ക് വധശിക്ഷ നൽകി. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് രാജാവിന് ഒരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. ഇവർക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടി? മഹാമാരി ബാധിച്ച ശരീരത്ത് നിന്നും ഈ ആഭരണങ്ങൾ എടുക്കുന്നതിനും മാത്രമല്ല, ഇവർ ഇപ്രകാരം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് പകർച്ചവ്യാധി ബാധിച്ചില്ല? അതായിരുന്നു രാജാവിനെ അറിയേണ്ട കാര്യം.
അതായിരുന്നു രാജാവിനെ ചിന്തിപ്പിച്ച കാര്യം. അപ്പോൾ രാജാവ് ചോദിച്ചു അവരോട്, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചു മഹാമാരി ബാധിച്ച് മരിച്ചവരുടെ ശരീരത്തെ സ്പർശിക്കുന്നതിനും? അപ്രകാരം നിങ്ങളത് ചെയ്തപ്പോൾ, ആഭരണങ്ങൾക്ക് ഊരി മാറ്റിയപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം പിടിപെടാതിരുന്നത്? അപ്പോൾ കള്ളന്മാർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ അതിൻ്റെ കാരണം പറയാം, പക്ഷേ ഞങ്ങളെ വധശിക്ഷയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കണം, എന്നാൽ ഞങ്ങൾ ഇതിൻ്റെ പിന്നിലെ രഹസ്യം വെളിപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളുടെ ഉത്തരം ശരിയായ ഉത്തരമാണെങ്കിലും ശരി, നിങ്ങളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കള്ളന്മാർ പറഞ്ഞു, ഞങ്ങൾ ഗുഡ് സമാരിറ്റൻ ഓയിൽ ഉപയോഗിച്ചത് വഴിയായിട്ടാണ് ഞങ്ങളെ ഈ രോഗങ്ങളൊന്നും സ്പർശിക്കാതിരുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അവർ ഈ ഓയിൽ മോഷ്ടിച്ചതാകാം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നും അവർക്ക് ലഭിച്ച അറിവാകാം. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഗുഡ് സമാരിറ്റൻ ഓയിൽ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും, കള്ളനോ കൊള്ളക്കാരനോ അവിശ്വാസിയോ നിരീശ്വര വിശ്വാസിയോ കമ്മ്യൂണിസ്റ്റുകാരനോ പാപ്പിയോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ഏത് ജാതി മത വിഭാഗത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ രോഗത്തിൽ നിന്നും സൗഖ്യം നേടാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവം എത്രയോ കരുണാവാരിധിയാണ്. ദൈവത്തിന് മുഖം നോട്ടമില്ല പ്രിയപ്പെട്ടവരെ. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. മനുഷ്യൻ്റെ പാപം കൊണ്ട് തന്നെ മനുഷ്യൻ വരുത്തി വയ്ക്കുന്നതാണ് ഈ പകർച്ചവ്യാധികളെങ്കിലും ദൈവം എല്ലാവരെയും സംരക്ഷിക്കാനും എല്ലാവരെയും രക്ഷപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഈ കരുണയെ നാം മുതലെടുക്കരുത്. നാം എത്ര വലിയ പാപിയാണെങ്കിലും കള്ളന്മാരാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും ഇത്ര വലിയ സ്നേഹം നമ്മോട് കാണിക്കുന്ന ആ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കും. ദൈവം എന്തുകൊണ്ടാണ് നമ്മളെ പാപികളായിട്ടും നമ്മോട് ഈ കാരുണ്യം കാണിക്കുന്നത്? ഈ പ്രത്യേക കരുണയും ദയയും സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തെ നാം ഓർക്കണം. ഞാൻ ഇത്രമാത്രം പാപിയായിരുന്നിട്ടും ദൈവം എന്നോട് ഈ കരുണ കാണിക്കുന്നു, എന്നെ രക്ഷിക്കുന്നുവല്ലോ, ഇനി മേലാൽ ഞാൻ ദൈവത്തെ പാപം ചെയ്ത് ദ്രോഹിക്കുകയില്ലെന്ന്. ദൈവത്തിൻ്റെ അതിരറ്റ കരുണ അതാണ് ഓർക്കുന്നത്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ യോനായോട് കർത്താവ് ചോദിക്കുന്നില്ലേ ഒരു ചോദ്യം? 4-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ട് നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടംബലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവിയോട് എനിക്ക് അനുകമ്പ തോന്നരുതോ? എത്ര വലിയ പാപിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ദൈവം നാം എല്ലാവരോടും കരുണയും ദയയും സ്നേഹവും കാണിക്കുന്നു. ഈ കരുണയും ദയയും സ്നേഹവും കാണിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഒന്നാണ്, ദൈവം എത്രയോ നല്ലവനാണെന്ന് മനസ്സിലാക്കി നാം പാപം ചെയ്ത് അവിടുത്തെ ഉപദ്രവിക്കുന്നത് നിർത്തുക, ദൈവത്തെ സ്നേഹിക്കുക. ഇതാണ് സ്നേഹം നിറഞ്ഞവരെ. ഇത്തരത്തിലുള്ള അമൂല്യമായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് നമ്മെ രക്ഷിക്കുന്നതിനും നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കുന്നതിനും അത് നമുക്കായി മാത്രം മാറ്റിവെക്കരുത്. നാം സ്വാർത്ഥരാകരുത്. മോസസിനെ പോലെ നാം ഹൃദയവിശാലതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന ഈ അറിവ് മറ്റുള്ളവർക്കും കൂടെ പകർന്നു നൽകണം. എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ, ആരും നശിച്ചു പോകാതിരിക്കട്ടെ.
എന്നാൽ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ മഹാമാരി ബാധിക്കുമ്പോഴും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും തൻ്റെ ഈ ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി നാം എന്തുമാത്രം പ്രയത്നിക്കുന്നു. ഈ പ്രയത്നത്തിൻ്റെ 1000 ഇരട്ടി പ്രിയപ്പെട്ടവരെ തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രയത്നിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ഈ പകർച്ചവ്യാധിയിൽ നിന്ന് കുറച്ച് നാൾ രക്ഷിച്ച് അവസാനം ദൈവത്തെ മറന്ന് ദൈവത്തിന് നന്ദി പറയാതെ പാപത്തിൽ മരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലം? എന്നാൽ ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ നശ്വരമായ ജീവിതത്തേക്കാൾ ഉപരിയായി അനശ്വരമായ ആ ജീവിതം അതിനായി ആഗ്രഹിച്ച് ആത്മാർത്ഥമായി 1000 ഇരട്ടി തീഷ്ണതയോടുകൂടെ തൻ്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഗുഡ് സമാരിറ്റൻ ഓയിലിന് വേണ്ടി ധാരാളം പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഈ പ്രാർത്ഥനാലയത്തിൽ താമസിക്കുന്ന ഞങ്ങൾ തന്നെ താല്പര്യമെടുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 ആഴ്ച കഴിയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നോട് ഈ ഓയിൽ ചോദിച്ചവരുടെയൊക്കെ പേര്, അഡ്രസ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർ, എന്നോട് ആവശ്യപ്പെടാത്തവരുടെ കാര്യമാണ് പറയുന്നത്, ആവശ്യമുള്ളവർ ഞാൻ തരുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുത്തുകൊണ്ട് ആവശ്യപ്പെടുക. ഞങ്ങളുടെ തന്നെ ഈ കൂട്ടായ്മയുള്ള റോസമ്മ ചേച്ചിയുടെ നമ്പറാണ് തരുന്നത്. ആ ചേച്ചിയുടെ ഫോണിൽ ആവശ്യപ്പെടുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, റോസമ്മ ചേച്ചിയുടെ നമ്പർ ഇതാണ്: 90 82 64 64 89. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമായിരിക്കും അയക്കുക. 60 മില്ലിയുടെ ഒരു ബോട്ടിൽ 50 മില്ലി വെച്ചാണ് അയക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗുഡ് സമാരിറ്റൻ ഓയിൽ നമ്പർ 1 എന്ന് പറയുന്നത് എല്ലാ പകർച്ചവ്യാധികൾക്കും വേണ്ടി ഉള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ നമ്പർ 2 എന്ന് എഴുതിയിരിക്കുന്ന ബോട്ടിലെ എല്ലാ പകർച്ചവ്യാധികൾക്കും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ പ്രത്യേകിച്ച് വരാൻ പോകുന്ന മങ്കി പോക്സിന്റെ വസൂരി പോലെയുള്ള ഒരു ശരീരത്തെ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക പകർച്ചവ്യാധിക്കുള്ള മരുന്ന് കൂടെയാണ്. അപ്പോൾ ഇത് രണ്ടും 60 മില്ലി ബോട്ടിലിൽ 50 മില്ലി വെച്ചാണ് അയക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് അയക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിന് ഞാൻ വിലയിടുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ആശീർവാദം അതിന് ആർക്കും വിലയിടാനാവില്ല. നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് ഇതിൻ്റെ യഥാർത്ഥ വില. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഇതിന് ചിലവുണ്ടെന്നുള്ള കാര്യം. ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാനാവില്ല. അതിൻ്റെ ചിലവിലേക്കുള്ളൊരു തുക നിങ്ങൾ അയക്കുക. അത് ചെറുതായാലും വലുതായാലും അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടുകൊള്ളാം. ദൈവമാണല്ലോ എല്ലാം വഴി നടത്തുന്നത്, അവിടെ നോക്കിക്കോളൂ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിന്നിലൊത്തിരി ത്യാഗമുണ്ട്. ഞങ്ങളൊത്തിരി പ്രാർത്ഥനയോടുകൂടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. 24 മണിക്കൂർ ആരാധന നടക്കുന്ന ഒരു ആരാധനാലയമാണിത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ എല്ലാ എഫക്റ്റും നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഈ മരുന്നുണ്ടാക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആണ് ഇതിൻ്റെ അവസാനം ഇട്ടിരിക്കുന്നത്. നിങ്ങളിത് കാണുക. അപ്പോൾ ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ശരണം